തന്നെ പിണറായി വിജയന്റെ വലിയ പടം വെച്ചുള്ള കൂറ്റൻ ഫ്ലക്സുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ചിരിക്കല്ലേ ഇവിടേക്ക് ഇതൊരു ഭംഗിയാൻ പോയിട്ട് ഒറ്റപ്പെടുത്താനോ വീണാജോട് നല്ല തിരക്ക വീണാജോട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് UDF ചെയർമാൻ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ്, UDF ചെയർമാൻ ശ്രീ ബേബി പടിഞ്ഞാറ്റുകരെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. ഇവിടെ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിക്കുന്ന ഒരു ഭരണം. അവർ തോന്നുന്ന പോലെ സമസ്ത മേഖലയിലും അവരുടെ ഭരണം നടക്കുന്നു. ആരും ചോദിക്കാനില്ലാത്ത ഒരവസ്ഥ. പ്രതിപക്ഷം എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കള്ളക്കേസും കൊടുക്കുന്ന അവസ്ഥ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും അവരെ പിടിയാളുകൾ അവർ പറയുന്നതിനനുസരിച്ച് ആജ്ഞാനുവൃത്തികളായി മാറുന്ന ഒരവസ്ഥ. സാധാരണ എനിക്ക് യാതൊരു നീതിയും ലഭിക്കാത്ത ഈ അവസ്ഥയ്ക്ക് എതിരായിട്ട് ജനങ്ങൾ മുറിമുട്ടിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുകയാണ് 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേരള ഖജനാവിൽ നിന്ന് 100 കോടി രൂപ അതിനു വേണ്ടി ഈ ദൂരത്തിനു വേണ്ടി ചെലവാക്കിക്കൊണ്ട് അവരുടെ പിണറായി സർക്കാരിന്റെ 4ാം വർഷം ആഘോഷിക്കുകയാണ്. 5ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവര് സാധാരണ ജനങ്ങളുടെ ഒരു അഭിപ്രായവും മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഖജനാവിൽ നിന്ന് യഥേഷ്ടം പണം വിനിയോഗിച്ചുകൊണ്ട് സാധാരണങ്ങളെ കഷ്ടത്തിലാക്കിക്കൊണ്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുവാൻ UDF-ഉം ജനാധിപത്യ വിശ്വാസികളും എക്കാലം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പ്രതിഷേധ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഘടനകളിലൂടെ 4ാം വർഷത്തിലെ നടക്കുന്ന 2ാം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുന്നതിനില്ല. ഈ സർക്കാരിന് 4ാം വാർഷികം ആഘോഷിക്കാനുള്ള ധാർമ്മികമായ അവകാശമില്ല എന്ന് ഐക്യജനാധിപത്യ മുന്നണി ഉറക്കെ പ്രഖ്യാപിക്കുക. 1ാം പിണറായി സർക്കാർ പരാജയമായിരുന്നു. അതിനേക്കാൾ ഗതികെട്ട ഒരു ഭരണമാണ് 2ാം പിണറായി സർക്കാർ. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയനും 19 മന്ത്രിമാരും മുണ്ടികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ജനങ്ങൾക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് 2ാം പിണറായി സർക്കാർ. 2021-22 വർഷക്കാലം നടന്ന കോവിഡുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് കിറ്റ് കൊടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും കൊടുക്കാതെ 6-7 മാസമായി പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാത്ത സർക്കാർ. ആശാവർക്കർമാരുടെ സമരം 100 ദിവസവും പിന്നിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുതൽ ആശാവർക്കർമാർ തങ്ങളുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ തുല്യമായ സേവനത്തിന് ശേഷം പിരിഞ്ഞു പോകുമ്പോൾ തങ്ങൾക്കൊരു സഹായം പിരിഞ്ഞു പോകുമ്പോൾ ഒരു സാമ്പത്തിക സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 100 ദിവസമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുതൽ സഭയിൽ അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർ അവരുടെ പ്രശ്നത്തിൽ പിടിക്കാത്ത ഒരു ഗവൺമെന്റ്, രാത്രികാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള ആ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത സർക്കാർ, നമ്മൾ നടത്തുന്ന പിണറായി വിജയന്റെ ഈ കൺകെട്ടലുകൾ ഇപ്പോൾ പിണറായി വിജയനും മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആഡംബരമായ ആഘോഷം മുഖ്യമന്ത്രിയുടെ മുഖത്തിരിക്കാൻ കേരളത്തിലെമ്പാടും മുഖ്യമന്ത്രിയുടെ പണം വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാൻ 25 കോടി രൂപയാണ് പലർന്ന് വെച്ചു കഴിഞ്ഞു അല്ലേ? നമ്മുടെ MC റോഡിനും നാഷണൽ ഹൈവേയും പ്രധാനപ്പെട്ട റോഡുകളിലും ഒക്കെ തന്നെ പിണറായി വിജയന്റെ വലിയ പണം വെച്ചുള്ള കൂറ്റൻ ഫ്ലെക്സുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താ 25 കോടി രൂപയാണ് കേരളത്തിലെമ്പാടും നമ്മൾ ആശാ വർക്കർമാർക്ക് 100 രൂപ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഈ ഭരണാധികാരി, ഈ മുഖ്യൻ ചിരിക്കല്ലേ ഇവിടേക്ക് ഇതൊരു ഭംഗിയാൻ പോയിട്ട്
ഒറ്റപ്രധാന ലീനാദൂർ. നല്ല തിരക്കാം ലീനാദൂർ. പിന്നെ ഇതിന്റെ താഴെ ഇരിക്കുന്ന റോസക്കുട്ടി, ആ ടീച്ചർ പോട്ടെ നമ്മുടെ അപ്പുറത്ത് പോയതാണ് പഞ്ചായത്ത് കമ്മീഷൻ ചെയർമാൻ. ഇതുപോലെ കേരളത്തിലുമാരും 25 കോടി രൂപയുടെ ബോർഡുകൾ വെച്ചിരിക്കുന്നു. 4ാം വാർഷികത്തിന്റെ ആഘോഷം. ഞാൻ പറഞ്ഞില്ല, ആശാവർക്കർമാർക്ക് പെൻഷൻകാർക്ക് അയാൾ പൈസ കൊടുക്കുന്നില്ല. ഇതിനൊക്കെ പണമുണ്ട്. പിന്നെ യോഗം നടത്താൻ പിണറായി വിജയൻ പ്രസംഗിക്കുന്ന യോഗത്തിന്റെ നടത്തിപ്പിന് ഓരോ യോഗത്തിന് 5 കോടി രൂപയാണ്. 5 കോടി. ഒരു പൊതുയോഗത്തിന് പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനുള്ള പൊതുയോഗത്തിന് എത്ര കോടി രൂപ? 5 കോടി രൂപ. ഇയാൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നു. ഇവിടെ പല സർക്കാരുകളും 5 വർഷം പൂർത്തിയാക്കിയിട്ടുണ്ടോ, 4 വർഷം പൂർത്തിയാക്കും, 3 വർഷം. എല്ലാ സർക്കാരുകളും അവർ ഭരിക്കുമ്പോൾ സർക്കാരിന്റെ വാർഷികാഘോഷം നടത്താറുണ്ട്. ഇങ്ങനെ ഒരു തീർപ്പ് നടത്തിയിട്ടുണ്ടോ? ഇവിടെ ആന്റണി ഭരിച്ചിരുന്നു, കരുണാകരൻ ഭരിച്ചിരുന്നു, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നു, നായനാർ ഭരിച്ചിരുന്നു, അച്യുതാനന്ദൻ ഭരിച്ചിരുന്നു. അവരൊക്കെ മന്ത്രിസഭയുടെ വാർഷികം നടത്തിയിട്ടുണ്ട്. നമ്മുടെ സർക്കാരുകൾ ഭരിച്ചപ്പോഴും വാർഷികം നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ അച്യുതാനന്ദനും പിണറായി വിജയനും അച്യുതാനന്ദനും നായനാരും ഭരിച്ചപ്പോൾ വാർഷികം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആഡംബരമോ ധൂർത്തോ ഒരിക്കലും അവർ നടത്തിയിട്ടില്ല. ഇത് ധൂർത്തല്ലേ? ഇത് ആഡംബരമല്ലേ? ഇത് ആഹ്ലാദമല്ലേ? ഇതാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ബോർഡുകളും വെച്ച് വലിയ വലിയ യോഗങ്ങളും നടത്തിയാൽ കേരളത്തിലെ ജനങ്ങളെ മയക്കിയെടുക്കാം. ഒരു 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ ഇത്തരം ചെപ്പടി വിദ്യകൾ ചെയ്താൽ കേരളത്തിലെ ജനങ്ങളെ കയ്യിലെടുക്കാം. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തേടാമെന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടുത്തെ ഇടതുപക്ഷം വിചാരിക്കുന്നുവെങ്കിൽ അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുക. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. കേരളം ഭരിക്കാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും എന്ന് വ്യക്തമാണ്. പാർലമെന്റിൽ നമുക്ക് 110 സീറ്റിന്റെ ഭൂരിപക്ഷമുണ്ട്. 140 നിയോജകമണ്ഡലങ്ങളെ പരിശോധിക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലത്തിൽ 110 ഭൂരിപക്ഷമുണ്ട്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അതുപോലെ പാലക്കാട് നമ്മൾ ഒന്നിച്ച വിജയം നേടി. ചേലക്കരയിൽ നമുക്ക് അവിടെ മന്ത്രിയായി പിന്നീട് MP പോയ രാധാകൃഷ്ണൻ ജയിച്ച 40,000 വോട്ടിൽ നിന്ന് നമുക്ക് 12,000 വോട്ടിലേക്ക് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ഐക്യജനാധിപത്യം വേണ്ടി കരുത്തു കാട്ടിയെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ ഭരണം ജനവിരുദ്ധ ജനദ്രോഹ സർക്കാരിനെതിരായുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുക. നമുക്കറിയാം UDF-ന്റെ പദ്ധതികൾ. ആരാ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന? വിഴിഞ്ഞം തുറമുഖത്തിന്റെ സൃഷ്ടാവാര്? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ആ തുറമുഖം എന്ന് യാഥാർത്ഥ്യമായെങ്കിൽ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയാര്? ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് കല്ലിട്ടതാര്? ആ വിഴിഞ്ഞം തുറമുഖം അതിന്റെ നിർമ്മാണത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള എല്ലാ അനുമതികളും, ഫോറസ്റ്റ് എൻവയോൺമെന്റ് അനുമതി, പരിസ്ഥിതി അനുമതി, അതുപോലെ തന്നെ മാരിടൈം അനുമതി, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ അനുമതികളും നേടിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ആ തുറമുഖം പണിയുന്നതുമായി ബന്ധപ്പെട്ട ബിഡ് അല്ലെങ്കിൽ അതിന്റെ കരാറ് അദാനിയുമായി ആ കരാറ് ഉണ്ടാക്കി ഒപ്പിട്ടതാര്? അത് ഉമ്മൻചാണ്ടി. എല്ലാ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ് നടത്തിയത്. പക്ഷേ കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ച അദാനിയിലെ ഗൗതം അദാനി ഗ്രൂപ്പ് കല്ലിട്ട് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ പുറത്തുപോയി. പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. പിണറായി വിജയനെ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു റോളുമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വന്നു എന്നല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ട തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ സമ്പൂർണമായ പരാജയം ഉണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഈ വിഴിഞ്ഞം തുറമുഖം അത് അന്യാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആരാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ. വിഴിഞ്ഞം തുറമുഖത്തിന്
അനുവദിയും ആ തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് ആരാണെന്ന് അരിയാഹാരമായി കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. വീഞ്ഞെന്ന് കേട്ടാൽ അവരുടെ നാവിൻ തുമ്പത്ത് വരുന്ന ഒരേ ഒരു പേര് ആ ഉമ്മൻചാണ്ടിയുടെ പേരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിണറായി വിജയൻ എന്തൊരൽപ്പനാണ് പിണറായി വിജയൻ. ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം നടന്ന വേളയിൽ അധ്യക്ഷ പ്രസംഗം നടത്തിയ പിണറായി വിജയൻ നടത്തിയ അരമണിക്കൂർ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല. എന്തൊരൽപ്പനാണ് ഈ പിണറായി വിജയൻ. ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്ത് പോലും പരാമർശിക്കാതെ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ ആന്റണിയുടെ ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അതേസമയം ഉമ്മൻചാണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. എല്ലാം തന്റെ നേട്ടമാണെന്ന് പഠിപ്പിച്ചെടുക്കാൻ ശ്രമിച്ച അല്പനായ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മെ വിട്ടുപിരിഞ്ഞ അകാലത്ത് തന്നെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ജനകീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയത്? അത് ഉമ്മൻചാണ്ടിയാണ്. കൊച്ചി മെട്രോ, ഇന്ന് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമായെങ്കിൽ അതാരാണ്? യാഥാർത്ഥ്യമാക്കാൻ നേതൃത്വം ഉമ്മൻചാണ്ടിയാണ്. പക്ഷേ കഷ്ടകാലത്തിൽ ഇതിന്റെ പണികളെല്ലാം പൂർത്തിയായി ഉദ്ഘാടനം വന്നപ്പോൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിരിക്കുന്ന പിണറായി വിജയന് അതിന്റെ ഉദ്ഘാടനം നടത്താനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ഭാഗ്യം കിട്ടിയ മുഖ്യമന്ത്രി അത് തുടക്കം കുറിച്ച ആളിനെ, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളിനെ, അല്ലെങ്കിൽ അത് ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ച തന്റെ മുൻഗാമിയെ കുറിച്ച് ഒരു വാക്ക് പരാമർശിക്കാൻ പോലും തയ്യാറായില്ല. എത്ര അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തന്റെ മുൻഗാമി ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പരാമർശമെങ്കിലും നടത്താൻ തയ്യാറാകാത്ത എത്ര നീതിയായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഞാൻ ചോദിക്കട്ടെ, 9 വർഷമായല്ലോ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ജനാധിപത്യം ഭരിക്കുന്നു. ഈ 9 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറയൂ. പിണറായി വിജയൻ മുൻകൈയെടുത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുൻകൈയെടുത്ത് കേരളത്തിൽ ആരംഭിച്ച ഏതെങ്കിലും ഒരു വികസന പദ്ധതിയെ കുറിച്ച് പറയാമോ? ഞങ്ങൾ അക്കമിട്ട് പറയുന്നു. എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തും പോയി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കേണ്ട ഗതികേടുണ്ടായിരുന്നുവെങ്കിൽ ആന്റണി ഗവൺമെന്റ് കാലത്ത് കേരളത്തിൽ ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിച്ചു.